സ്റ്റാർ മാജിക് തന്നെ ഇപ്പം ഏറ്റവും ടോപ്പായിട്ട് ഇവിടെ നിൽക്കുന്നത്. സ്റ്റാർ മാജിക് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വരുമാന മാർഗ്ഗമാണ്. കാര്യം ഇത്ര 5 വർഷമായി. 5 വർഷം കൊണ്ട് ഇത്രയും പേര് അങ്ങനെ നിന്ന് നമുക്കൊക്കെ അറിയാമല്ലോ നമ്മുടെ ജീവിത സാഹചര്യം. നമ്മളൊക്കെ സാധാരണക്കാരാണ്. നമുക്കൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകാൻ വേണ്ടി അവരൊക്കെ തരുന്നതന്നെ. ഏറ്റവും വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഒരു പിന്തുണ ആരായിരുന്നു? സുഹൃത്തുക്കളുണ്ടായിരുന്നു, വീട്ടുകാരുണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരൊറ്റ മോനേ ഉള്ളൂ. അപ്പം അപ്പൻ കൂലിപ്പണിക്കാരനാണ്, അപ്പം ഹാർമോണിസ്റ്റാണ്. അമ്മച്ചി അത്യാവശ്യം പാട്ട് പാടുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പം അവർക്കും ഇതുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ല. അങ്ങനെ ട്രൂപ്പിൽ ഞാനിപ്പം ഈ ട്രൂപ്പിൽ തന്നെ എത്രയോ ട്രൂപ്പുകളിൽ മിമിക്രി കാര്യം ആ തരംഗമായിരുന്നു. മിമിക്രിയുടെ തരംഗ സമയത്ത് ഒരുപാട് ട്രൂപ്പുകളിൽ ചാൻസ് വെച്ച് പറ്റും. ആ ചോദിച്ച ട്രൂപ്പുകളിലൊക്കെ പിന്നെ അവർ അങ്ങോട്ട് വിളിച്ച് നമ്മൾ സപ്പോർട്ടായിരുന്നു. അല്ലേ? പിന്നീട് അങ്ങോട്ട് വിളിക്കുമ്പോൾ ഒരു നമ്മളിപ്പം ലാസ്റ്റ് കണ്ട അമ്മയുടെ മീറ്റിങ്ങിന് കണ്ടില്ലേ? പണ്ട് അമ്മയുടെ ഇതില് വെക്കേഷന് പണ്ട് പത്രത്തിൽ പരസ്യം വരുമായിരുന്നു. അമ്മയുടെ ഇതിൽ വെക്കേഷൻ ക്ലാസ് അഭിനയ കളരി പഠിപ്പിക്കുന്നു പറഞ്ഞിട്ട് വെക്കേഷൻ സ്കൂൾ. ആ സമയത്ത് പണ്ട് ഞാൻ പോയിട്ടുണ്ട് ട്രിവാൻഡ്രത്ത്. ഇത് അയച്ചിട്ട് അവിടെ നിന്ന് വിളിച്ചു ചെന്ന് ഈ അഭിനയ കളരി. അപ്പം അന്ന് പോയിട്ട് അപ്പോൾ ഞാനും എൻ്റെ അപ്പനും കൂടെയാണ് പോയത് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം അമ്മയുടെ അവിടെ ചെന്നിട്ട് അമ്മ സിനിമ സംഘടനയുടെ ഇതിലൊക്കെ പോയിട്ട് തിരുവനന്തപുരത്താണല്ലോ. ഇതിൻ്റെ കാർഡ് വന്നപ്പം തന്നെ ഭയങ്കര അമ്മയുടെ ഒരു കാർഡ് വീട്ടിൽ വരികയാണ് ഫസ്റ്റ് കൊണ്ടുവന്ന്. അപ്പം അന്ന് പോയിട്ട് ഡെയിലി ഒരു ഇത് ചെയ്യിപ്പിക്കണം, അഭിനയം പഠിപ്പിക്കുന്ന ഒരു സംഭവം കുട്ടികൾക്ക് വേണ്ടിയിട്ട് വെക്കേഷന് 10 ദിവസം വേണ്ട നീണ്ടിരിക്കണം. അപ്പം ഞാൻ അവിടെ പോയി ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്. ഇൻ്റർവ്യൂവിന് കിട്ടിയില്ലെന്നാണ് തോന്നുന്നത്. അതോ ഇനിയിപ്പം 10 ദിവസം പോകാൻ ഇത്രയും 10 ദിവസം പോകുമ്പോൾ അത്രയും വണ്ടിക്കൂലി വേണം. കാര്യം വെഞ്ഞാറമൂട് നിന്ന് ട്രിവാൻഡ്രം വരെ. അങ്ങനെ എനിക്കത് നഷ്ടപ്പെട്ടു. അപ്പം അന്ന് ഭയങ്കര വിഷമമായിരുന്നു കാര്യം ആ സമയത്ത്. പിന്നെ ഇപ്പം നമ്മൾ അമ്മ അസോസിയേഷൻ്റെ ഒരു മെമ്പറാണ്. അപ്പം ഭയങ്കര സന്തോഷമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹമാണത്. ഇപ്പം മെമ്പറായിട്ട് എത്ര നാളായി? ഞാനിപ്പോൾ 8 വർഷം. 8 വർഷമായില്ല അല്ലേ? അസോസിയേഷൻ്റെ ഉള്ളിലാണ് ഇപ്പം അല്ലേ? അതൊക്കെ ഒരു ഭാഗ്യമാണ്. നോബി പറയുന്ന ആ ഒരു ആഗ്രഹം നമുക്ക് അവിടെ ഒന്ന് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നമ്മൾ കൊതിച്ചത്. തീർച്ചയായിട്ടും അല്ലേ? അതൊക്കെ ദൈവാനുഗ്രഹമാണ്. അമ്മയുടെ 29ാമത്തെ പരിപാടിക്ക് കെങ്കേമത്തിന്റെ ഓഡിയൻസ് കയറി നോബി ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ പോസ്റ്റർ ആകെ വലിയ സന്തോഷമാണ്. കാര്യം ഇത്രയും ആർട്ടിസ്റ്റുകൾ വന്നിട്ട് അത് അവിടെ വെച്ച് രാത്രി പ്ലാൻ ചെയ്താ ഫ്ലെക്സ് അവിടെ കയറ്റിച്ചാണ് ഞങ്ങള്. അതിനകത്ത് ഫോട്ടോ വ്യക്തമായില്ലല്ലോ അങ്ങനെയല്ല, അങ്ങനെ വെക്കാൻ പറ്റും. കാര്യം ഇത്രയും പേരുണ്ടെന്ന് ഞാൻ സത്യം ഇത്ര പേരുണ്ട്. ചെറിയ ഫോട്ടോ ഇല്ലേക്ക്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത്രയും ആർട്ടിസ്റ്റ് നോക്ക്, ഇത്രയും ആർട്ടിസ്റ്റിനെ അവിടെ കാണിക്കണം. ഇത്രയും പേര് അവിടെ വരുന്നവരുണ്ട്. ഈ തലമുടി വെട്ടിയിട്ട് പോയാലോ. അതുകൊണ്ട് എല്ലാവരും ഉൾപ്പെടുത്തി വലിയ ഫ്ലക്സിൽ ഇത്രയും പേര് ഉൾപ്പെടുത്തി.